റഫേൽ കേസിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി. റഫേൽ ഇടപാടിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ച രേഖകളാണ് ഹർജിക്കാർ ഹാജരാക്കിയതെന്നും അത് തെളിവായി കണക്കാക്കാൻ കഴിയില്ലെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അംഗീകരിച്ചില്ല. രേഖകൾ പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി. പുതിയ രേഖകൾ സ്വീകരിക്കാൻ അനുമതിയും നൽകി. രേഖകൾ സ്വീകരിക്കാൻ കോടതി തീരുമാനിച്ചതിനാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടിയാകും. റഫേൽ രേഖകൾക്ക് വിശേഷാധികാരമുണ്ടെന്നും പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുമ്പോൾ പരിഗണിക്കരുതെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം മറികടന്നാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. മോഷണ രേഖകൾ പരിഗണിക്കരുതെന്ന അറ്റോർണി ജനറലിന്റെ വാദവും ചീഫ് ജസ്റ്റിസ് തള്ളി. ഡിസംബർ 14 കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമെന്ന കാര്യം തീരുമാനിക്കുമെന്നും സുപ്രീം കോടതി പറയുന്നു. റഫാൽ കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ. ഇതിന് തെളിവായി മുൻ പ്രതിരോധ സെക്രട്ടറിയുടെ കുറിപ്പടക്കം 3 രേഖകളാണ് തെളിവായി സമർപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കരാറിനായി സമാന്തര ചർച്ച നടത്തിയെന്ന് ആ രേഖയിൽ പറയുന്നു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രേഖകളാണ് ചോർത്തിയതെന്നും അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ, മുൻ കേന്ദ്രമന്ത്രിമാരായ യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി എന്നിവരാണ് ഹർജിക്കാർ. ഔദ്യോഗിക രഹസ്യ നിയമം, വിവരാവകാശ നിയമം, തെളിവ് നിയമം എന്നിവയിലെ വകുപ്പുകൾ പ്രതിരോധ രേഖകൾക്ക് സവിശേഷാധികാരം നൽകുന്നുണ്ട്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പ്രതിരോധ രേഖകളെ ഒഴിവാക്കിയിട്ടുമുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ അതിന്റെ സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥന്റെ അനുമതിയില്ലാതെ കോടതിക്ക് പരിഗണിക്കാനാകില്ല എന്നീ കാര്യങ്ങളാണ് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ വാദിച്ചത്. മോഷ്ടിച്ച രേഖകൾ തെളിവായി സ്വീകരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. മോഷ്ടിച്ച രേഖകളാണെങ്കിൽ തങ്ങൾക്കെതിരെ കേസെടുക്കാത്തത് എന്തെന്ന് ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ ചോദിച്ചെങ്കിലും അറ്റോർണി ജനറലിന് അതിന് മറുപടിയില്ലായിരുന്നു. അറ്റോർണി ജനറലിന്റെ വാദങ്ങൾ ദുരുദ്ദേശത്തോടെയാണെന്നും പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള രേഖകൾ കോടതിക്ക് അവഗണിക്കാതിരിക്കാനാകില്ലെന്നും ഹർജിക്കാർ വാദിച്ചു. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് വിപ്ലവകരമായ നടപടിയാണെന്നും അതിൽ നിന്ന് പിന്നോക്കം പോകാനാകില്ലെന്നും വാദം കേൾക്കുന്നതിനിടെ ജസ്റ്റിസ് KM ജോസഫ് വാക്കാൽ പറഞ്ഞു. റഫാൽ ഇടപാടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ആ വിധി തുറന്ന കോടതിയിൽ കേൾക്കവെയാണ് പുതിയ രേഖകൾ ഹർജിക്കാർ കോടതിക്ക് കൈമാറിയത്. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ച രേഖകളാണ് ഇതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. മുൻപ് ഹർജി തള്ളിയപ്പോൾ സുപ്രീം കോടതി തങ്ങൾക്ക് ക്ലീൻ ചീറ്റ് നൽകിയെന്നാണ് കേന്ദ്ര സർക്കാരും BJPയും അവകാശപ്പെട്ടിരുന്നത്. ആ വാദം പൊളിക്കുന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതി തീരുമാനം. 1ാം ഘട്ട പൊതു തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ ശേഷിക്കെ BJPക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി ഉത്തരവ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.